ആ നിങ്ങൾ ഒരുപാട് വൈകിയല്ല. ഇപ്പൊ എത്തിയത് തന്നെ ഭാഗ്യം. ഈ ദിനേശേട്ടന് നാട് നിറച്ച ആൾക്കാരല്ലേ, ഫുൾ ടൈം ഫോൺ വിളി സംസാരം. എന്തായി ദിനേശ? നാളെ രാവിലെ UP സ്കൂളിൽ പൊതുയോഗമുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞ കൊണ്ടതിനാ. നിങ്ങളുടെ പാർട്ടിക്കാരനാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? സുധാകരൻ കഴിഞ്ഞ അരനൂറ്റാണ്ടായി KJPയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സഖാവ് MK. ഹർഷൻ ഇവിടെ സൂചിപ്പിച്ച ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരാണ് ഈ അക്രമ പരമ്പര തുടങ്ങിയത്? ഇടതുപക്ഷ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ വാരിക്കുന്തവും വമ്പും. കഴിഞ്ഞ തവണ കുഞ്ഞിക്കണ്ണൻ സാവിന് പകരം നമ്മുടെ സുധാരണ നിർത്തിയെങ്കിൽ ഒരു 15,000 വോട്ടിനെങ്കിലും നമ്മൾ ജയിച്ചേനെ എന്നത് ഒരിക്കലും ഞങ്ങളുടെ നയമായിരുന്നു. 1940-കളിലും കണ്ണൂരിൽ അക്രമത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ KJPയും രാഷ്ട്രപരിവാറും ഉണ്ടായിരുന്നില്ല. തെക്കൻ കാനായിലെ സമ്പന്ന മുതലാളിമാരുടെ ചൂഷണത്തിനെതിരെ സംഘടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കായികമായി അമർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിമാർ ഇറക്കുമതി ചെയ്ത കൂടിത്തല്ലുകാരാണ് KJP എന്ന വലിയ വിഷമിക്കുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാകും. 1960-കളിലും പ്രത്യേകിച്ച് 1971-ൽ തലശ്ശേരിയിൽ KJPക്കാർ സൃഷ്ടിച്ച വർഗീയ ലഹളകൾ, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് വിത്തുപാകിയത്. ഇവിടെ ശ്രീമതി രാധാ ബാലകൃഷ്ണൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് രാഷ്ട്രപരിവാറുകൾ എന്ന് പറയുന്നത് കേട്ടു. ഇത് കേട്ടാലേ കണ്ണൂരിലെ കൊച്ചുകുട്ടികൾ വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൊലപാതകം നടക്കുന്നതുകൊണ്ട് 4 ദിവസം മുമ്പ് തലശ്ശേരി ടൗണിൽ പരസ്യമായി പൊതുയോഗം എന്ന പേരിൽ നടത്തിയ പരസ്യമായ രാഷ്ട്രീയ കൊലവിളി കേരളം കണ്ടില്ലെന്ന് നടക്കണം. സഖാവ് MK രവീന്ദ്രന്റെ രക്തസാക്ഷിത്വം കണ്ണൂരിൽ മനുഷ്യന്റെ ജീവിതം ഇന്ന് ഇതേ ധനത്തിലേക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയാകാം, വിവാഹം, ഒരു ശുഭകാര്യം ഏതുമാകാം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു കാലുറപ്പിച്ച് മറ്റേതെടുത്ത് വെക്കണമെങ്കിൽ ഏത് ആവശ്യമാണോ അതാണ് ധനം. ഇത് ഇന്നീ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും മഹത്വമുള്ള ഈ ധനം ആവശ്യത്തിനനുസരിച്ച് എത്ര ആളുകളുടെ അടുത്തുണ്ട്? എത്ര ശതമാനം ആളുകൾക്ക് സമ്പാദിക്കുന്നുണ്ട്? സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പരിഭാഷ നൽകുന്ന പോലെ ബുദ്ധിമുട്ടുള്ള കാര്യം. മനുഷ്യനും സാമ്പത്തികമായി അതിനുവേണ്ടി നിരന്തരമായി ഇത് മാത്രമല്ല, ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം പരാജയപ്പെടുന്നുവോ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിക്കും. എന്നാൽ ഈ പരിശ്രമം കാറ്റിന്റെ ഗതി അനുസരിച്ച് തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB ഉണ്ടാതെയല്ല, മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ് നിങ്ങൾ. ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക? എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ. അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മേ ഒന്ന് പോചക്ക.
എടാ ഉപേന്ദ്രന് നാത്തു പോണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്ത് നിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നീ എടേക്ക്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ ധീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ, ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബസഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീര പോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്യം സുധാകരനാണ്. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് NK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. വാളുണ്ട്, അതിനെ മുറിക്കാൻ കഴിയില്ല. തീയുണ്ട്, കത്തിക്കാനും കഴിയില്ല. വെള്ളം കൊണ്ട് കെടുത്താനും പറ്റൂല. കാറ്റിലത് ഉണങ്ങൂ. എന്താന്നത്? എന്താ? അതാണ് ആത്മാ. ശരീരത്തെ വാളുകൊണ്ട് മുറിവേൽപ്പിക്കാം, ആൾക്കാരെ കൊല്ലാം. പക്ഷേ ഇതെന്തിനാ ഇനി മാത്രം എടുക്കുന്നത്? ജീവ വരുന്നതല്ല, റിമാൻഡിലല്ലേ? അനശ്വരാണ്. അർജുൻ യുദ്ധക്കളത്തിലെത്തിയപ്പോ തോന്നിയ വിഷമം ജയിലിലേക്ക് പോണ എനക്കെന്തിനാ പൊളിയഞ്ചി? തിരിച്ചു വരൂല, വരുമ്പല്ലേ അപ്പം നോക്കാം. അതിനത് മോശാവൂല, കൊറേ കാലം നിക്കും. ഞാൻ ഉണ്ടാക്കിയതാന്ന്. എനക്ക് വേണ്ട. വേന്ദ്ര അന്നോടെ വക്കീല് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി ഗീത മനപ്പാടാക്കും. അപ്പൊ ഇന്നത്തെ ഗീതാ പഠനം കഴിഞ്ഞു. വന്ദേ മാതരം. ഉള്ളിലേക്ക് വെച്ചോ. എടാ ഉപേന്ദ്ര, വന്ന് ഹനുമാൻ സ്വാമിനെ തോറ്റിട്ട് പോ.
ചേട്ടാ വണ്ടി ചേട്ടാ. ഓ 2 ആഴ്ച അതിനുള്ളിൽ ഓനെ നമ്മൾ പുറത്തിറക്കില്ലേ? നമ്മൾ പുറത്തേക്ക് കേട്ടാ. വാടാ. ശരി. 1-2 ദിവസം സാധനം പാടുണ്ട്, അത് നാളെ എത്തിച്ചേക്കും. എടി അത് കുറച്ച് പുളിയും ചെയ്യാം, മൊത്തം തീർക്കല്ലേ, എനക്ക് കൂടി വെക്കണേ. അമ്മ പോയിട്ട് വരാം. നീ എടാ പോന്ന്? കല്യാണത്തിനാ? ഓടോ. ഭഗവത്ഗീത SSLC ബുക്കാ. ആലയിൽ കുറച്ച് മറ്റ് വെച്ചിട്ടുണ്ട്, സീറ്റിട്ട് മൂടി വച്ചേക്കുന്നു. ഇടയ്ക്ക് ഷീറ്റിന്റെ മേലെ ഒന്ന് നനച്ചു കൊടുക്കുന്നു. അതൊക്കല്ലേ? ഡാ നീ ഇങ്ങോട്ട് വന്ന, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഡാ നായിനെ പോലെ ജീവിക്കുന്നതിലും വേഗം നരീനെ പോലെ മരിക്കുന്ന. ഞാൻ പോയിട്ട് വരാം. നീ വിഷമിക്കണ്ട, ഏട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരൂലേ? അന്നെ എന്റെ പേടി. എന്റെ ഏട്ടൻ നിനക്ക് അടുത്തു വന്നു. ഹലോ, ആ സുധാരേട്ടാ, ദിനേശ് ചേട്ടൻ്റെ അടിയുണ്ട്, വണ്ടി ഓടിക്കുന്നു. ആ ഞാൻ ഇട്ട് കൊടുക്കും. ഹലോ, ആ സഖാവ്, ആ എൻ്റെ ഫോണിൻ്റെ ചാർജ് വരുന്നു. ആ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ വിളിച്ചോളാം. നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പോൾ വരാം. പുറത്തേക്കൊന്നും ഇറങ്ങില്ല, ഇതൊന്ന് ചാർജിന് വെച്ചേക്കും. സൂപ്പാക്കല്ലേ, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ എടുക്കും. എൻ്റെ ബാറ്ററി തീർന്നു പോയി. ഞാൻ ദിനേശ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഫോൺ മേടിച്ചിട്ട് വരാം. പോയിട്ട് വാ. ഇന്നത്തെ ഭാഗ്യം വളരെ കാരണമില്ല. അയ്യോ വേണ്ട ഏട്ടാ, ദിനേശ് ചേട്ടനെ കണ്ടിനാ? ആ മോലൊക്കെ കണ്ടത് ഏട്ടാ, ഒരു കാരുണ്യ ലോട്ടറി. വേണ്ട വേണ്ട, എടുക്കപ്പാ, 50 ഉറുപ്പ്യല്ലേ ഉള്ളൂ. പിന്നെ എടുക്കാം. എന്നാ ശരി. വണ്ടി നിർത്തണം. ഓടിക്കോ. തുളസി എന്നെ വിളിക്കുന്ന തുളസിയേട്ടാ ശരിക്കൊന്നുണ്ടായ എടാ, ഉപേന്ദ്രൻ എങ്ങനെ ഓടി സ്റ്റേഷനിൽ കയറി, ഓനൊരുത്തിന് വെട്ടി. അവരിപ്പോഴ് അവരളഞ്ഞിച്ച് നടക്കുക.
ഞാൻ കുറച്ച് ദിവസം തുരുത്തി പോയി നിൽക്കാൻ പോവാ. നിങ്ങളുടെ ഫോണേടെ? അവൾക്ക് ഓട്ടത്തിൻ്റെ കേടേ പോയി. ഇപ്പോൾ ഓഫാ. ആർക്കെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒന്ന് തപ്പി പിടിക്കണം. ഇത് കുറച്ച് ഡ്രസ്സ് തന്നോട്ടാ. ഞാൻ നിങ്ങളെ കടവിൽ കണ്ടാക്കണോ? വേണ്ട വേണ്ട, അത് റിസ്ക്കാ. ജഗദീഷ് വരും, ഈ പോയിക്കോ. ഞാൻ നാളെ പോവും. തെയ്യത്തിന് വരുമ്പോൾ കാണാം. അപ്പോഴത്തേക്കും ഉപേന്ദ്രൻ ഇറങ്ങും. നീ ചെല്ലേ. ശരി. ആ 10 മണിയായല്ലേ. പോലീസിന് കീഴടങ്ങാൻ പോയ ആളെയാണ് നിങ്ങൾ കൊല്ലാൻ നോക്കിയത്. അത് നടു റോട്ടിൽ വെച്ചിട്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എളയപ്പൻ എന്ന ഗാന്ധിനായി ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയിൽ നമുക്ക് അഹിംസവാദികളാൻ കഴിയുമോ? ഞാൻ അഹിംസാവാദിയൊന്നുമല്ല. പക്ഷെ നിങ്ങൾ പകരം വീട്ടേണ്ട കാര്യമൊന്നുമില്ല. പരിഷ്കൃത സമൂഹത്തിൽ ഭരണകൂടമുള്ളത് അതിനാ. ഈ ഭരണകൂടത്തിന് നീതി വ്യവസ്ഥയ്ക്ക് ഓനെ ശിക്ഷിക്കാൻ കഴിയൂല. ശത്രു നിയമം കയ്യിലെടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തണം. അല്ലാതെ കുടുംബ വളർത്തുകയല്ല വേണ്ടത്. കയ്യൂരിലും പുന്നപ്പുറ വൈതാറിലും ജനങ്ങളെ സംഘടിപ്പിച്ചതും സമരം ചെയ്തതും കുടുംബകയുടെ പേരിലല്ല, രാഷ്ട്രീയ ബോധത്തില്. അതൊക്കെ വേണം. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്കാരെ എങ്ങനെ സംഘടിപ്പിക്കും? അത് ശരി. ബോംബേരും കത്തിക്കുത്തുന്നിടത്തേലെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നതാണോ? എൻ്റെ ആലപ്പുഴയിലെ അവസ്ഥയല്ല ഇവിടെ കണ്ണൂരിൻ്റെ അവസ്ഥ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്നത് മനസ്സിലാക്കണം. ഇപ്പൊ പിന്നെ വേദം പഠിച്ച പോത്താണ് വെട്ടാൻ വരുന്നത്. അക്രമം കൊണ്ട് അക്രമത്തെ നേരിടാനാണെങ്കിൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? രാധികച്ചി, ഇന്ന് സിനിമയ്ക്ക് പോയല്ലോ. ഇന്നിനി ഈ മീറ്റിംഗ് കഴിയണം. മാത്രമല്ല ദിനേശ് ചേട്ടൻ വൈകിട്ട് ട്രിവാൻഡ്രം പോവല്ലേ. നമുക്ക് നാളെ പോവാം. ഞാൻ ഇന്ന് തിരിച്ചു പോവും. ഞാൻ അങ്ങനെയാണെങ്കിൽ നെയ്ത്ത് കമ്പനി പോയിട്ട് ബാക്കി ഫോട്ടോസ് എടുത്തിട്ട് വരാം. കളിക്കാവാ. നേരത്തെ ഞാൻ വിളിച്ചത് ഇത് കൂട്ടാൻ്റെ ഫോണ്. എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? എൻ്റെ വീട് ഇവിടെയാ. എൻ്റെ വീട് ഇവിടെയാ, കാവിലേരി. എൻ്റെ വീട് ചെന്നം. അന്ന് ഇടയ്ക്കാട് വിട്ടത് എൻ്റെ ഇളയമ്മൻ്റെ വീട്ടിലാ. വീട് ലൂമിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാ, പ്രൊജക്ട് വർക്കിന് വേണ്ടിയിട്ട്. ഇത് ലീല, ആനന്ദ് എൻ്റെ ഫ്രണ്ടാണ്. താങ്ക് യു. ഇനിയാന്ന് പിന്നെ ഹർത്താലുകാർ പിടിച്ചോ? ശരിയാ. ആനന്ദ് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് വിളിച്ചിട്ടൊരു ചായ പോലെ ഓഫർ ചെയ്തില്ല. മോശമായിപ്പോയി. അത് സാറില്ല, ഇനി ഹർത്താലുണ്ടല്ലോ. ഇത് കാണും, ഇടയ്ക്ക് വിളിക്കാലോ. ഞാൻ ഇറങ്ങട്ടെ. ശരിയാവും. പോകുന്നതാണ്. അച്ഛൻ കഴിച്ചാ? അല്ല, ചോറ് തിന്നോന്ന്. ഓ, ഞാൻ കീഴന്നൂരിൽ നിന്ന് തിന്നിന്. നീ പോയി തിന്നോ. ശരി. ആ.
ദിനേശൻ എന്തിനാ അവിടെ പോയത്? ചെന്നൈത്തെ പാർട്ടിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദിനേശിന് മാത്രമാണ്. സഖാവ് രാധിക കല്യാണത്തിന് ശേഷം കാര്യപ്പള്ളി മാറിയെന്നോട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ സംസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യേണ്ട ആളാ. ആ ഇന്നലത്തെ സംഭവം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു വഴിയില്ലാത്തോണ്ടാണ് ഐശ്വര്യ എൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത്. സഖാവും ദിനേശനും കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കണ്ണൂരിൽ നമ്മളെല്ലാം ഈ സ്ട്രഗിളിൻ്റെ പാർട്ടാണ്. അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്. നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഞാൻ തീരുന്ന ആലോചിക്കുമ്പം 975 ജൂൺ മാസം മംഗലം 25-ാം തീയതി ആണല്ലേ അടിയന്തരാവസ്ഥ. പിന്നെ 2 കൊല്ലം പോലീസ് ഒളിവ്. ഇവൻ്റെ മൂത്ത ചേച്ചീനെ പെറുമ്പം രാഘവാട്ടം ചെയ്യില്ല. അമ്മേ ഐശ്വര്യക്ക് ഇറങ്ങണം. മോളെ നീ ചിങ്ങത്തിൽ വരുമ്പം നമുക്ക് ആ മോതിരം മാറ്റാൻ കഴിക്കാം. അമ്മ തിരക്കൂട്ടണ്ട, ഐശ്വര്യ പഠിക്കുമല്ലേ. ഞാൻ ഇറങ്ങട്ടെ, ലേറ്റാവും. ആ ഞാൻ അടുത്ത മാസം മൈസൂരേക്ക് വരുന്നുണ്ട്. അപ്പൊ ബന്ധപ്പെടാം. പ്രൊജക്ടിന്റെ തിരക്കായിരിക്കും. പറ്റിയ കാണാൻ സിദ്ധാരേട്ടാ. ആ എന്നാ ശരി. എത്തിയിട്ട് വിളിക്കണേ. കല്യാണം കഴിഞ്ഞിട്ടും ഓക്ക് പഠിക്കാല്ല. എന്നാ നമ്മളിറങ്ങട്ടെ. അയ്യോ പോവാൻ വരട്ടെ. പരിഷത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇളയമ ഇളയപ്പിന് ഇപ്പം എത്തും. എപ്പോഴത്തെ ദിവസം? ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. എന്നാ പിന്നെ നീ ഒന്നും ഉണ്ടായി. ഹായ് ബ്രോ. ആളത്തില്ല. സ്കോച്ചാ? From a long-term point of view, we are positive on the market. That's a disclosure from my side, and I would advise to continue. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ പോട്ടെ. ഹലോ, ഞാൻ അത് ചുമ്മാ തമാശക്ക് പറഞ്ഞതാട്ടാ. എൻ്റെ ഹാർട്ടിനൊരു കുഴപ്പമൊന്നുമില്ല. അയ്യോ കഷ്ടം, ഞാൻ വിചാരിച്ച നല്ലൊരു പ്രീമിയം ആകായിരുന്നു. ഈ മാസത്തെ ടാർജറ്റ് എളുപ്പാൻ. ഓഫീസിലാണോ? അതെ. ഐശ്വര്യ എവിടെ? ഞാൻ കോളേജിലാ, ക്ലാസ്സിലേക്ക് പോവാ. എന്നാ ശരി, ആനന്ദിന്റെ പണി നടക്കട്ടെ. പിന്നെ ഇടയ്ക്ക് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ. എനിക്ക് ഇൻഷുറൻസ് വരെ പേടിയാ. നിങ്ങൾ മനുഷ്യന്മാരെ കത്തി വെച്ച് കൊല്ലും. ഏയ്, ഞാനാ ടൈപ്പല്ല. തൽക്കാലം പുറത്തു കിടക്കാൻ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ജോലി, അത്രേ ഉള്ളൂ. അയ്യോ, ഞാനത് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഞാൻ ഈ നമ്പർ സേവ് ചെയ്തോളാം. ഒരു ദിവസം പറ്റിയ കാണാം. ശരി ബൈ. ഓക്കെ ശരി ശരി ബൈ. Sir, which car do you own? Vento. Vento. Okay. How much is your monthly EMI? 15,000. Okay. Then I have a plan for you. If you pay a premium of 25,000, you know how much cow will you get? I don't know. Any guess? Okay. I'll show you. Then you are covered for 1 crore rupees. Okay. Excuse me. ഹലോ. ഹലോ, ഞാൻ ഐശ്വര്യാണ്. തിരക്കിലാണ് ആനന്ദ്? ഇല്ലില്ല, പറഞ്ഞോ. ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ റിച്ചി സിനിമയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ചു. ആനന്ദിന് തിരക്കില്ലെങ്കിൽ വരുന്നുണ്ടോന്ന് ചോദിക്കാൻ വിളിച്ചതാ. ഇല്ല, തിരക്കില്ല. എവിടെ പടം? വുഡ്ലാൻഡ്സ് തിയേറ്ററില്ല. ആനന്ദ് വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കട്ടെ? 5:30 പടം. ആ, ഞാൻ ഇന്നും എത്തിക്കോളാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ. അയ്യോ, I'm extremely sorry. I have to leave for an urgent meeting. Please wait. My assistant will get back to you. Okay? Sir, please wait. Okay. Sorry. Keshav. എന്താണ്? മിനിമം 17,000 രൂപ പ്രീമിയം കിട്ടുന്ന കേസ് അറ്റൻഡ് ചെയ്താൽ നിനക്ക് ഇൻസെന്റീവ്. അപ്പൊ നീ എവിടെ പോകും? അർജന്റ് മീറ്റിംഗ്. അപ്പൊ ഇത് മീറ്റിംഗ് അല്ലേ? വാ, പെട്ടെന്ന് കേറാം. പടം തുടങ്ങി. അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ജനഗണമന കഴിഞ്ഞിട്ട് കേറിയാ പോരെ? എവിടെത്തി? എന്തായി? കുറെ നേരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ, எவ்வளோ நாளாச்சு? இப்பெல்லாம் அடிக்கடி வருது இல்லையா? இது அதே கேமரா தானே? போட்டோ எடுக்கும்போது குறுக்க நிக்காதீங்க. ஜூவனைல் ஹோம்ல மட்டும் என்ன சுத்தி சுத்தி നീ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ വീട്ടിലേക്ക് എന്തെയാ വിട്ടോടെ? അപ്പൊ പോയ ഓട്ടോയിൽ ബൈ. ഐശ്വര്യ വീട്ടിലേക്ക് വന്നോ? എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ.
ഉണ്ട്, ആവശ്യത്തിലധികം. കയറിക്കും. ഓക്കെ, അപ്പം ശരി, വിളിക്കാം. ഭഗവാനെ, എന്തെങ്കിലും മനസ്സമാനത്തോടെ എനിക്ക് ഭക്ഷണം കഴിക്കാം. ഇല്ല, എന്റെ തലയിലാവില്ല എന്നും പറഞ്ഞേ നീ അത് മുതലാക്കാൻ നിൽക്കണ്ട. അവിടെ ക്യാഷ് ഒന്നും ഇല്ല. What you guys are talking about me? He's saying that this time he escaped from paying the bill. Hey Manju, eat as much as you can, okay? This time I'm going to pay the bill. How much did you get back from Martin? 25K, dude. ആഹാ, அப்படினா ഇന്ന് നമുക്ക് ലാവിഷ് பண்ணிடலாம். ഹലോ ഹലോ അപ്പൊ ഒരു ചില്ലി ചിക്കൻ കൂടെ സർ, ഐ ഗോട്ട് ദ മെയിൽ. ഹലോ ഹലോ സർ, ഹലോ സർ, ഐ തോട്ട് ദാറ്റ് സർ, I have made 5 calls. Of this, 3 will be surely converted. There's a chance for getting 1 tonight. Yes, sir. ഞാനിവിടെ ഉണ്ട്. Okay. As soon as I get it, I'll log the sale order in the application. എവിടെ? Thank you, sir. Okay. സയ്യാജി റാവ് റോഡോ? ഞാൻ വരാം. ആ ശരി, ഓക്കെ, ബൈ. ഓഫീസ് ഭയങ്കര ഉറപ്പിക്കല മോളെ. ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും നാട്ടിലേക്ക് പോകുന്നു. ശനിയാഴ്ച ഉഗാദിയുടെ അവധി ഉണ്ടല്ലോ. അപ്പോൾ ഫ്രൈഡേ ഒരു ലീവ് എടുത്താൽ മൺഡേ ഓഫീസിൽ പോയാൽ മതി. അതുമാത്രമല്ല, ശനിയാഴ്ച വടക്കേക്കാലം തെയ്യല്ലേ. നീ വരുന്നുണ്ടോ? ഇല്ലപ്പാ, പ്രൊജക്റ്റ് വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ തെയ്യല്ലേ. പിന്നെ ഈ വടക്കേക്കാലം തെയ്യത്തിൻ്റെ ശക്തി വേറെയാ. അതായത് 1 കൊല്ലം മുന്നേ തെയ്യം പറഞ്ഞ് എനിക്ക് ജോലി കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയില്ലേ? അതെന്നോടും പറഞ്ഞതാ. എന്ത്? കൊല്ലത്തോട് കൊല്ലം തികയുന്ന സമയത്തിങ്കൽ സർവമാംഗല്യ സൗഭാഗ്യങ്ങളും കഞ്ഞിയും കുഞ്ഞിയും എല്ലാം വരുത്തി തന്ന് ഗുണം വരുത്തി സന്തോഷിപ്പിക്കുന്നുണ്ടെൻ്റെ പൈതങ്ങളെ എന്ന്. എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനിപ്പോൾ തെയ്യം മാത്രം വിചാരിച്ച പോരല്ലോ. അയ്യടാ, എനിക്കിപ്പം കല്യാണമൊന്നും കഴിക്കണ്ട. അതുമല്ല, സ്കോളർഷിപ്പ് കിട്ടിയാൽ ഞാൻ ഉടനെ US വിടും. നീ ഇന്നലെ എന്തോ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞില്ല, എന്തേനു? അതോ? അതൊന്നുമില്ല. ഒന്നുമില്ലെന്നേ. മാറി നിന്ന് സംസാരിക്കുന്നവർക്കൊന്നും ഇവിടെ ഫുഡില്ല. സിസ്ലേഴ്സ് ഒക്കെ കഴിയാറായി. വാടി ഇവിടെ.